സിനോജ, ഈ പുലർവേളയിലും ഇപ്പോൾ സമയം 4 മണിയായിരിക്കുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് MTയുടെ എഴുത്തിനെ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകളുടെ ഒരു ഒഴുക്കാണ് അങ്ങോട്ടേക്ക്. കാരണം MT അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുക എന്നത് MTയുടെ വരികൾ വായിച്ചവർക്ക് അതിന് കഴിയാതെ പോവില്ല എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ? അതെ, മുഖ്യമന്ത്രി രാവിലെ 9 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് രാത്രി തന്നെ എത്തിയിരുന്നു. ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. രാവിലെ 9 മണിക്ക് എത്തും. ശ്രീകുമാർ മേനോൻ നേരത്തെ എത്തിയതുപോലെ തന്നെ സമയമില്ലാതെയാണ് ആളുകൾ ഇവിടെ വന്ന് MD ഒന്ന് അവസാനമായി കാണുന്നത്. ഓരോ ആളുകൾക്കും MD പലതരത്തിലാണ് അനുഭവപ്പെടുന്നത്. ചില ആളുകൾക്ക് എഴുത്തിലൂടെ, ചില ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ആസ്വദിച്ചറിഞ്ഞവർ. ചില ആളുകൾ ശ്രീകുമാർ മേനോൻ പറഞ്ഞത് അദ്ദേഹത്തെ MD കണ്ടിരുന്നത് മകനെ പോലെയാണ്, അതുപോലെ തിരിച്ച് പിതാവിനെ പോലെയാണ് ശ്രീകുമാർ മേനോൻ കണ്ടിരുന്നത്. പല വിവാദങ്ങളുണ്ടായിരുന്നു. 2-ാം ഊഴം സിനിമയാക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ നഷ്ടമായി എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ വിവാദങ്ങളുണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ പോയ കേസുണ്ടായിരുന്നു. പിന്നീട് കേസ് പിൻവലിച്ചു. അതിനുശേഷം സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനൊപ്പം പഠിച്ച വ്യക്തിയായിരുന്നു MD പാലക്കാട് വിക്ടോറിയ കോളേജിൽ. ആ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു വിവാദത്തിൽ കലാശിച്ചില്ല. അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, വ്യക്തിപരമായ ദുഃഖമുണ്ട്, വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. പക്ഷേ 2-ാം ഊഴം ഒരു സിനിമയായി വരുന്നതായിരിക്കും MDക്ക് ഇനി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് എന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ്. വലിയൊരു ബഡ്ജറ്റ് ആയിരുന്നു, 1000 കോടി മുകളിലേക്ക് പോകുന്ന ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ നടക്കാതെ പോയി. അതിൻ്റെ ഒരു വ്യക്തിപരമായ ദുഃഖമുണ്ട്. MD സ്വന്തം കൈകൊണ്ട് എഴുതിയ തിരക്കഥ നേരിട്ട് വാങ്ങാനും കാണാനും വായിക്കാനും പറ്റിയൊരു ആ മുഹൂർത്തത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതേ വീട്ടിൽ, സിത്താരയിലെ ഈ വീട്ടിൽ 3 തവണ വന്ന ശേഷം മാത്രമാണ് 2-ാം ഊഴം സിനിമയാക്കാനുള്ള അനുമതി ശ്രീകുമാർ മേനോന് നൽകുകയും ആ തിരക്കഥ ഇവിടെ വെച്ചാണ് കൈമാറിയതെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും അത് സിനിമയാക്കാൻ സാധിക്കാതെ പോയി. ആ നിയമത്തിൻ്റെ നൂലാമാലകൾ കയറി ഇറങ്ങി അവസാനം കുടുംബങ്ങളൊക്കെ തന്നെ പറഞ്ഞ ശേഷമാണ് കേസ് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ശ്രീകുമാർ മേനോൻ പറയുന്നത്. അങ്ങനെ പലതരത്തിലാണ് ഓരോ ആളുകൾക്കും MDയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം 50-ലേറെ സിനിമകളിലാണ് MD പിന്നണിയിൽ തിരക്കഥാകൃത്തായി സംവിധായകനായൊക്കെ തന്നെ പ്രവർത്തിച്ചത്. അതിൽ മനോരഥങ്ങൾ നമ്മൾ മറക്കാൻ കഴിയില്ലാത്തതാണ്. 9 ചെറുകഥകൾ കോർത്തിണക്കിയ മനോരഥങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത്. അതിലാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജൂലൈ 15-ന് കൊച്ചിയിൽ വെച്ച് നടന്ന ആ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് ആ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. അന്ന് മമ്മൂട്ടിക്കൊപ്പം മധുരം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പൊതുചടങ്ങിലും അദ്ദേഹം ഏകദേശം മാസങ്ങൾക്ക് മുൻപാണ് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ആ സിനിമ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. അങ്ങനെ പലതരത്തിൽ പല രീതിയിലാണ് MD ആളുകൾ അടുത്തറിയുന്നത്. അതുകൊണ്ടാണ് ഈ പുലർച്ചെ പോലും ആളുകൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നത്. MDയുടെ ആഗ്രഹം പോലെ പൊതുദർശനമോ വിലാപയാത്ര ഒന്നും തന്നെയില്ല. പക്ഷേ MD അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടി, പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക്, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു തടസ്സമല്ല. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥല സൗകര്യമുണ്ട് സ്ഥലത്ത് എങ്കിൽ കൂടി ആളുകൾ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല ദേശത്തു നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുമാർ മേനോൻ പോലും പല സ്ഥലത്തുനിന്ന് ദൂരെ നിന്ന് വന്ന ആളുകളാണ്. അങ്ങനെ ദൂരെ നിന്ന് ഈ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ പുറപ്പെട്ട നിരവധി ആളുകൾ ഈ പുലർച്ചെ തന്നെ വീടുകളിലെത്തി ഇവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഏതായാലും വിലാപയാത്ര ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ താഴെ മാത്രമാണ് മാവൂർ റോഡിൽ ശ്മശാനമുള്ളത്. അവിടെ ഇലക്ട്രിക് ശ്മശാനത്തിലായിരിക്കും സംസ്കാരമെന്ന് അറിയിക്കുന്നു. 4 മണി വരെ മാത്രമേ ആളുകൾക്ക് ഇവിടെ എത്തി വീട്ടിലെത്തി സിത്താരയിൽ കൊട്ടാര റോഡിലെ സിത്താര വീട്ടിലെത്തി അദ്ദേഹത്തെ അവസാനം ഒന്ന് കാണാനുള്ള അവസരമുള്ളൂ. അതിനുശേഷം 5 മണിയോടുകൂടി സംസ്കാരം നടക്കുകയും ചെയ്യും. വലിയൊരു ജനാവലിയെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരം വെളുക്കുന്നതോടുകൂടി വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അറിയുന്നവർ, അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കാണാത്ത ആളുകൾ പോലും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലം എഴുത്തിലൂടെ മാത്രം അല്ലെങ്കിൽ സിനിമയിലൂടെ മാത്രം കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ. അവർക്ക് തന്നെ അവസാനമായി അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ MD എന്ന 2 വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയായി വളർന്ന MDയെ ഒന്ന് നേരിട്ട് കാണാൻ, അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകൾ എത്തുമെന്ന് കരുതുന്നു. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും ഈ വീട്ടിലേക്ക് ആളുകളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയുള്ള ഒരു വിടവാങ്ങലാണ് നൽകാൻ വേണ്ടി പോവുക. കാരണം MD ഇല്ലാത്ത ഒരു മഞ്ഞുകാലം കൂടിയാണ്. ഇത് നമുക്കറിയാം, ഡിസംബറാണ്, ക്രിസ്മസിൻ്റെ രാത്രിയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. ഈ മാസം 15-ാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. നമ്മൾ വീണ്ടും ഒരു 2-ാം ഊഴം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ്സ് നൽകുന്ന സമയത്ത് അദ്ദേഹം ചലനങ്ങൾ, കൈയും കാലും ചലനം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഇതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പും പലതവണ ICUലൊക്കെ വന്നപ്പോഴും അദ്ദേഹം
വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ആ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 ദിവസത്തോളം അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നിരുന്നു. പക്ഷേ അദ്ദേഹം 91 വയസ്സിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വിയോഗ വാർത്ത ഈ ക്രിസ്മസ് രാത്രിയിലാണ് തേടി എല്ലാവരും എത്തിയത്. എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ തന്നെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണി വരെ ആളുകൾക്ക് വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് അന്തിമോചനം അർപ്പിക്കാനും അവസാനം ഇന്ന് കാണാനുള്ള അവസരമുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാരം മാവൂർ റോഡിലെ ശ്മശാനത്തിൽ നടക്കുകയും ചെയ്യും. ശരി, സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.